നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ഇന്ന് ഓഗസ്റ്റ് 15-ആണ്. മലയാള മാസപ്രകാരം 1200-ാം ആണ്ട് കർക്കിടക മാസം 30-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം രാവിലെ നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രമാണ്. പക്ഷെ വളരെ കുറച്ച് സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. 6 നാഴിക നേരമെങ്കിലും ആ നക്ഷത്രം വേണമെന്നാണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ എടുക്കുന്നവർക്ക് ഇന്ന് ഭരണി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് ഇന്നത്തെ ഉദയ സമയം. അശ്വതി ആണെങ്കിലും ഇന്നത്തെ നാളെ രാവിലെ വരെയും ഭരണി നക്ഷത്രമാണ്. അപ്പോൾ ഫുൾ നിൽക്കുന്ന നക്ഷത്രം ഭരണിയാണ്. അപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ ഫലത്തെ ചിന്തിക്കാം. ഭരണി നക്ഷത്രം അത്ര ശുഭനക്ഷത്രമല്ല. വെള്ളിയാഴ്ച നല്ല ദിവസമാണ്, ശരിക്കും ശുക്ര ഭഗവാന്റെ ദിവസമാണ് ഒക്കെ ആണെങ്കിൽ പോലും ആഴ്ച നോക്കുമ്പോൾ ഇന്ന് നല്ലതാണെങ്കിൽ പോലും നക്ഷത്രം നല്ലതല്ല. ഭരണി നക്ഷത്രം അത്ര കണ്ട് ശുഭനക്ഷത്രമല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ നക്ഷത്രമല്ല ഇന്നത്തെ നക്ഷത്രം. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അത്ര കണ്ട് ശോഭനമല്ല. ജാതക പ്രകാരം നമുക്ക് നോക്കുമ്പോൾ ശുക്രൻ ഏറ്റവും സൗഭാഗ്യത്തെ തരുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഭരണി നക്ഷത്രം, കർക്കിടക മാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും. മംഗല്യം നടക്കാത്തവർക്ക് കല്യാണം നടന്ന് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. മക്കളുടെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന പേരൻസ് വീട്ടിനകത്ത് നമുക്ക് കല്യാണമൊക്കെ നടത്തി കൊടുക്കാനുള്ള ഭാഗ്യം വരും. അതുപോലെ വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഐശ്വര്യപ്രദമായ സമയമാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. ഇങ്ങനെ ശുക്രൻ സന്തോഷത്തെ തരുന്ന ദശാനാഥനാണ്. അതുകൊണ്ട് വളരെ ഭാഗ്യദായകമായി. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യണം? ഈ ഒരു വർഷക്കാലവും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. അത് വിജയിക്കും. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ശരിക്കും 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:30 മണിക്ക് തുടങ്ങൂല. 10:58 ആരംഭിക്കുകയുള്ളൂ. 12:30 മണി വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. യാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇതിന്ന് ഗുളികകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:24 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:24 തൊട്ട് 5:06 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. ഉച്ചയ്ക്ക് 12:06 തൊട്ട് ആരംഭിക്കും. 12:53 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 54 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറ് അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.